ഇന്ന് നടന്ന യൂണിവേഴ്സിറ്റി LGS എക്സാമിൻ്റെ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഉത്തരം ഓപ്ഷൻ എ, ലാഹോർ കോൺഗ്രസ് സമ്മേളനം. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, നിസ്സഹകരണ സമരം. അടുത്ത ചോദ്യം, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? ഓപ്ഷൻ ഡി, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദികളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ, ബാലഗംഗാധര തിലക്. അടുത്ത ചോദ്യം, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി. ഉത്തരം ഓപ്ഷൻ ബി, 44-ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഹൈക്കോടതി. അടുത്ത ചോദ്യം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഇന്ത്യ. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മൗലിക അവകാശങ്ങൾ. അടുത്ത ചോദ്യം, കൈസർ-ഇ-ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അടുത്ത ചോദ്യം, ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ്? ഓപ്ഷൻ സി, ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്? ഉത്തരം ഓപ്ഷൻ സി, അയ്യപ്പൻ. അടുത്ത ചോദ്യം, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? ഉത്തരം ഓപ്ഷൻ എ, തോമസ് ഹാർവേ ബാബർ. അടുത്ത ചോദ്യം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, പുന്നപ്ര വയലാർ സമരം. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ആയിഷ് ജിതേന്ദ്ര ദേശായി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, തൃശ്ശൂർ. അടുത്ത ചോദ്യം, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, VP മേനോൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ എ, പോണ്ടിച്ചേരി. അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? ഉത്തരം ഓപ്ഷൻ ഡി, KM പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം? ഉത്തരം ഓപ്ഷൻ എ, ജർമ്മനി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ സി, മംഗൾയാൻ. അടുത്ത ചോദ്യം, 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ബ്രസീൽ. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്ന പേര്? ഓപ്ഷൻ ബി, പ്രഗ്യാൻ. അടുത്ത ചോദ്യം, ഹിമാലയൻ പർവ്വതനിരയിലെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. പ്രസ്താവനകൾ ഇങ്ങനെയാണ്: ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 3 ആണ് ശരിയായത്.
അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻസ്: 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻസ്: പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാൻഡൽ തീരസമതലം. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻസ്: ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻസ്: അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദിയിലാണ്. ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻസ്: കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകുടം. കേരളത്തെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. ഓപ്ഷൻ ബി ആണ് ശരി. 2 മാത്രം. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻസ്: കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഓപ്ഷൻ എ 1ഉം 3ഉം ആണ് ശരി. അടുത്ത ചോദ്യം, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. പ്രസ്താവനകൾ ഇങ്ങനെയാണ്: കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 2 മാത്രം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. ശരി ഉത്തരം ഓപ്ഷൻ ബി. 2ഉം 3ഉം ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ഓപ്ഷൻ: നീണ്ടകര തിരുവനന്തപുരം, അഴീക്കൽ കണ്ണൂർ, പൊന്നാനി മലപ്പുറം, കായംകുളം എറണാകുളം. ഉത്തരം ഓപ്ഷൻ എ. 2ഉം 3ഉം ആണ് ശരിയായ ജോഡികൾ. അടുത്ത ചോദ്യം, കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പ്രസ്താവനകൾ: കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻസ്: കരിമ്പുഴ മലപ്പുറം, ചിമ്മിനി പാലക്കാട്, ചെന്തുരുണി കൊല്ലം, ചൂലന്നൂർ തൃശ്ശൂർ. ഓപ്ഷൻ എ. 1ഉം 3ഉം ആണ് ശരിയായ ജോഡികൾ. അടുത്ത ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നു. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 3 മാത്രം ആണ് തെറ്റ്. അടുത്ത ചോദ്യം, കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻസ്: കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് പി ടി ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച
ആദ്യത്തെ ഏഷ്യാക്കാരൻ ജിമ്മി ജോർജ്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ്: കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ആണ്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന, ഒന്ന് മാത്രം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻസ്: കേരള സ്പീക്കർ AN ഷംസീർ ആണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഓപ്ഷൻ സി 2 മാത്രമാണ് തെറ്റ്. അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ: കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് രൂപം കൊടുത്തു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ്: 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക്. 2022 ഓടക്കുഴൽ അവാർഡ് അംബിക സുധൻ മാങ്ങാടിന് ലഭിച്ചു. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ ഓപ്ഷൻ: 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ISRO ചെയർമാൻ മോഹൻകുമാർ. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 1, 3, 4 ആണ് ശരിയായ പ്രസ്താവന. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏത്? ഓപ്ഷൻസ്: ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിര, കുച്ചിപ്പുടി. ഉത്തരം ഓപ്ഷൻ ബി മോഹിനിയാട്ടം. അടുത്ത ചോദ്യം, അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? അമ്മ എന്ന നോവൽ എഴുതിയത് ഓപ്ഷൻ എ മാക്സിം ഗോർക്കിയാണ്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര്? ഉത്തരം ഓപ്ഷൻ ബി രുചിര കാംബോജ്. അടുത്ത ചോദ്യം, ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് ലോക്പാൽ. അടുത്ത ചോദ്യം, 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഓപ്ഷൻ ബി ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. അടുത്ത ചോദ്യം, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലൈസസ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏതു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ഉത്തരം എ ആൽഫ്രഡ് മാർഷൽ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം? ഓപ്ഷൻ സി ഹോക്കിയാണ്. അടുത്ത ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. അടുത്ത ചോദ്യം, 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ എ ക്ലോഡിയ ഗോൾഡിൻ. അടുത്ത ചോദ്യം, അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏത്? ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ്. അടുത്ത ചോദ്യം, ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ്? ഓപ്ഷൻ ബി കീലസന്ധി. അടുത്ത ചോദ്യം, C ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം? ഓപ്ഷൻ സി ട്രക്കിയയാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ജീവികളും അതിൻ്റെ ശാസ്ത്രനാമവും. അതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്, നായ കാനിസ് ഡൊമസ്റ്റിക്കസ്, കാക്ക കോർവസ് സ്പ്ലെൻഡൈൻസ്, മയിൽ കോർവസ് ക്രിസ്റ്റാറ്റസ്.
ഇതിൽ ശരിയായ ജോഡി ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയായ ജോഡി. അടുത്ത ചോദ്യം ജീവികളും ഹൃദയ അറകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ ശരിയായ ജോഡി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻസ്: പാറ്റ ഹൃദയത്തിൻ്റെ അറകൾ 4, പല്ലി 2, പക്ഷി 13, മത്സ്യം 4. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2023. അടുത്ത ചോദ്യം സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഹരിത. അടുത്ത ചോദ്യം ഭാരത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ന്യൂട്ടൺ. അടുത്ത ചോദ്യം ഭാരത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി ന്യൂട്ടൺ. അടുത്ത ചോദ്യം 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? ഉത്തരം ഓപ്ഷൻ എ 4 ഡയോപ്റ്റർ. അടുത്ത ചോദ്യം റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കാർബൺ 14. അടുത്ത ചോദ്യം ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ട് ആകുന്നു? ഉത്തരം ഓപ്ഷൻ ഡി 746 വാട്ട്. അടുത്ത ചോദ്യം ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം എ ഹെൻറി കാവൻഡിഷ്. അടുത്ത ചോദ്യം നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി എസ് സോമനാഥ്. അടുത്ത ചോദ്യം ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര് എന്ത്? ഓപ്ഷൻ ബി പ്രഗ്യാൻ. അടുത്ത ചോദ്യം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. അടുത്ത ചോദ്യം വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻസ്: ചിക്കൻ പോക്സ് കോളറ, കോളറ ചിക്കൻ ഗുനിയ, ക്ഷയം ചിക്കൻ പോക്സ്, മന്ത് ചിക്കൻ ഗുനിയ. ഇതിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3 മാത്രമാണ് ശരി. അടുത്ത ചോദ്യം സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ഉത്തരം ഓപ്ഷൻ ബി വൈറ്റമിൻ എ. അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ 2014 നവംബർ 9. അടുത്ത ചോദ്യം ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി കണ്ണ്. അടുത്ത ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ 2023 സെപ്റ്റംബർ 28. അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ എലിപ്പനി. അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മലേറിയ. അടുത്ത ചോദ്യം മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ബി സ്നേഹക്കൂട്. അടുത്ത ചോദ്യം കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക. അടുത്ത ചോദ്യം ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി നെഫ്രൈറ്റിസ്. അടുത്ത ചോദ്യം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്ഷൻ എ മാതൃജ്യോതി. അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഉത്തരം ഓപ്ഷൻ എ ത്വക്ക്.
അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻസ്: എലിപ്പനി ഫംഗസ്, ക്ഷയം ബാക്ടീരിയ, വട്ടച്ചൊറി പ്രോട്ടോസോവ, നിപ്പ വൈറസ്. ഇതിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി 2ഉം 4ഉമാണ് ശരി. ക്ഷയം ബാക്ടീരിയ, നിപ്പ വൈറസ്, അതാണ് ശരി ഉത്തരം. അടുത്ത് മാത്സിൻ്റെ ഉത്തരങ്ങളാണ് പറയുന്നത്. 81ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. 82 ഓപ്ഷൻ സി. 83ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 84ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 85ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 86ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 87ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 88ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 89ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 90ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 91ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 92ാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ സി. 93ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. 94 ഓപ്ഷൻ ഡി. 95 ഓപ്ഷൻ എ. 96 ഓപ്ഷൻ സി. 97 ഓപ്ഷൻ എ. 98 ഓപ്ഷൻ ഡി. 99 ഓപ്ഷൻ എ. 100 ഓപ്ഷൻ ബി.